നെക്സ്റ്റ് ഈസ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് സെറ്റ്സ്. ഇതാണ് പഠിക്കാൻ പോകുന്നത്. സെറ്റ്സിൻ്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. സെറ്റിൻ്റെ ഓപ്പറേഷൻസുകളെല്ലാം സെറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. എ യൂണിയൻ ബി, എ ഇൻ്റർസെക്ഷൻ ബി എന്നൊക്കെ. ഇനി നമ്മൾ സെറ്റിൻ്റെ പ്രോഡക്റ്റാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് സെറ്റ്സ്? ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സപ്പോസ് എ ഈക്വൽ ടു സെറ്റ് 1, 2, 3യും ബി ഈക്വൽ ടു സെറ്റ് എ കോമ ബി ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് എ ആൻഡ് ബി ഡിനോട്ടഡ് ബൈ എ ക്രോസ് ബി. എ ഇൻറ്റു ബി എന്നല്ല വായിക്കുക, എ ക്രോസ് ബി എന്നാണ്. ഇത് ഡിഫൈൻ ചെയ്യുന്നത് സാധാരണ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടല്ല ഇത് ഡിഫൈൻ ചെയ്യുന്നത്. അതായത് 1 ഇൻറ്റു എ അങ്ങനെയൊന്നും അല്ല എഴുതുന്നത്. എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ തന്നെ പറയാം, അത് സെറ്റ് ഓഫ് ഓർഡേഡ് പെയേഴ്സ് ആണ്. എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് ഓർഡേഡ് പെയർ ആണ്. എ ക്രോസ് ബിക്കുള്ളിൽ ആരൊക്കെ ഉണ്ടാവുക? കുറേ ഓർഡേഡ് പെയറുകളാണ് ഉണ്ടാവുക. ഓർഡേഡ് പെയർ നമ്മൾ പഠിച്ചതാണ്. ഈ ഓർഡേഡ് പെയർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യത്തെ എലമെൻറ്റ് എയിൽ നിന്ന് എടുക്കണം, രണ്ടാമത്തെ എലമെൻറ്റ് ബിയിൽ നിന്ന് എടുക്കണം. എ ക്രോസ് ബി എഴുതുമ്പോൾ അപ്പോൾ 1A 1B അല്ലേ? ഞാൻ എഴുതി കാണിച്ചു തരാം. 1A 1B 2A 2B 2A 2B then 3A 3B. എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ അല്ല. എ ക്രോസ് ബി ഈസ് ദ സെറ്റ് ഓഫ് ഓർഡേഡ് പെയേഴ്സ്. ആ ഓർഡേഡ് പെയർ എഴുതുന്നത് ആദ്യം എ എഴുതുക, പിന്നെ ബി എഴുതുക. അങ്ങനെയാണ് 1A 1B 2A 2B 3A 3B ആയത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബി ക്രോസ് എ എങ്ങനെയായിരിക്കും അപ്പോൾ വരുന്നത്? ബി ക്രോസ് എയും സെറ്റ് ഓഫ് ഓർഡേഡ് പെയർ ആണ്. അവിടെ ആദ്യം ബി എഴുതുക, പിന്നെ എ എഴുതുക. അപ്പോൾ A1 A2 A3 അല്ലേ? എഴുതി കാണിച്ചു തരാം. ആദ്യം ബി എഴുതണം. സ്മോൾ ലെറ്റർ എഴുതുക. A1 A2 A3. ഇതേപോലെ ബി ഉണ്ടല്ലോ. നെക്സ്റ്റ് B1 B2 B3. ഇതാണ് ബി ക്രോസ് എ. ഇനി ഇവിടെ നോക്കിയേ, എ ക്രോസ് ബിയും ബി ക്രോസ് എയും ഡിഫറെൻ്റ് ആണല്ലോ. എ ക്രോസ് ബിയിലുള്ള എലമെൻ്റ് അല്ല ബി ക്രോസ് എയിൽ വന്നിരിക്കുന്നത്. ഉദാഹരണത്തിന് ഇവിടെ 1A വന്നിട്ടുണ്ട്. ഇവിടെ 1A ഉണ്ടോ? A1 ഉണ്ട്, പക്ഷെ 1Aയും A1ഉം ഡിഫറെൻ്റ് ആണ്. ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഓർഡേഡ് പെയറിന്. ഇപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു റിസൾട്ട് നമ്മൾ പഠിച്ചപ്പോൾ തന്നെ എ ക്രോസ് ബി എന്ന് പറഞ്ഞാലും രണ്ട് ഡിഫറെൻ്റ് ആണ്. എ ക്രോസ് ബി നോട്ട് ഈക്വൽ ടു ബി ക്രോസ് എ ആണ്. അത് ബൈ ഹാർട്ടാക്കി വെക്കാം. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ സപ്പോസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്യൂം ചെയ്യ് ഒരു നൾ സെറ്റാണെന്ന് വിചാരിക്കുക. എ തന്നിട്ടുണ്ട്, ബി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു നൾ സെറ്റായിട്ടാണ് തന്നിരിക്കുന്നതെങ്കിൽ ഇത് രണ്ടിനെ ക്രോസ് എടുത്താൽ ഓർഡേഡ് പെയർ ഒന്നും എഴുതാനുണ്ടാവില്ല. ബിക്ക് എ കോമ ബിക്ക് വരും. സപ്പോസ് ബി ഒരു നൾ സെറ്റാണ് തരുന്നതെങ്കിൽ എ ക്രോസ് ബി എഴുതാനായിട്ട് ഓർഡേഡ് പെയർ ഒന്നും ഉണ്ടാവില്ല. ശരിയല്ലേ? അപ്പോൾ എ ക്രോസ് നൾ സെറ്റ്, എ ക്രോസ് നൾ സെറ്റ് എന്താണ്? നൾ സെറ്റ് തന്നെയാണ്. ഇതൊരു എക്സാമ്പിളാണ്. എ ക്രോസ് ബി കാണുന്ന മെത്തേഡ് മനസ്സിലായല്ലോ. ഇതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. ഇനി വേറൊരു കാര്യം, നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ക്രോസ് ബി. എ ക്രോസ് ബിയിലുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് അത് N of A ഇൻറ്റു N of B ആയിരിക്കും. ഞാനിത് വെരിഫൈ ചെയ്ത് കാണിച്ചു തരാം ഇപ്പം തന്നെ. ഇത് ബൈ ഹാർട്ട് ആക്കേണ്ട വേറൊരു റിസൾട്ടാണ്. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ക്രോസ് ബി എന്താണ്? N of A ഇൻറ്റു N of B ആയിരിക്കും. നമുക്കിവിടെ ശരിയാവുണ്ടോ എന്ന് നോക്കാം. ഇവിടെ എ ക്രോസ് ബിയിൽ എത്ര എലമെൻ്റ് ഉണ്ട്? 1 2 3 4 5 6. എ ക്രോസ് ബിയിൽ 6 എലമെൻ്റ് ആണുള്ളത്. എയിൽ 3 എലമെൻ്റ് അല്ലേ? ബിയിൽ 2 എലമെൻ്റ് ആണ്. 6 ഈക്വൽ ടു 3 ഇൻറ്റു 2 ആണല്ലോ. അതാണ് എഴുതിയിരിക്കുന്നത്. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ക്രോസ് ബി ഈക്വൽ ടു N of A ഇൻറ്റു N of B. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലേ?